ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് സെക്രട്ടറി LSGI പേപ്പർ 2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബേസിക് കൺസെപ്റ്റ്സ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഗവേണൻസും എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽസും അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വാൻറ്റേജും മറ്റ് ഫീച്ചേഴ്സും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ഇന്ററാക്ഷൻ ഇൻ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. ജസ്റ്റ് അവിടെ ഒന്ന് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കഴിഞ്ഞ ക്ലാസ് എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറിജിൻ, ഈ ഒരു ഗവേണൻസിന്റെ ഒറിജിൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പോയൊരു കാര്യമാണ് നമ്മുടെ NIC അഥവാ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ 1977 നിലവിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ആക്ച്വലി 1977 1976 നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അടക്കം കാണുന്ന കാര്യമാണ്. 1976 പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 1976 എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇനി എന്തായിരുന്നു അവിടെയുള്ള 1977 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? NIC ലോഞ്ച് ചെയ്തു. അതിനുശേഷം എന്താണ്, നമ്മുടെ രാജ്യത്ത് എല്ലാ ജില്ലാ ഓഫീസുകളെയും എന്താണ് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ തലത്തിലുള്ള ഡിസ്ട്രിക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോഗ്രാം ആരംഭിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ഡിസ്ട്രിക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോഗ്രാം ആരംഭിച്ചു എന്ന് പറഞ്ഞു. അത് ആരംഭിച്ച വർഷമാണ് 1977. അല്ലാതെ എന്തല്ല, NIC ഫോം ചെയ്ത വർഷമല്ല. NIC അഥവാ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ഫോം ചെയ്യുന്നത് 1976 ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. NIC എന്ന് രൂപീകരിച്ചു എന്ന രീതിയിൽ ചിലപ്പം നമ്മുടെ നിർഭാഗ്യവശാൽ 1975, 76, 77, 78 എന്നൊക്കെ ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾ 77ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത്, ക്ലാസ് കേട്ട സമയത്ത് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് ഞാൻ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു പോയി. അവിടെ എന്താണ് NIC ഫോം ചെയ്ത വർഷം 1976 എന്നും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട വേണ്ട മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ്സിൽ എന്താണ്, ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. സോ ഇവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1976 നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ എന്തായിരുന്നു നമ്മൾ അവിടെ പറയാൻ ഉദ്ദേശിച്ച 1977 എന്ന് പറയുന്ന കാര്യം? ഈ ഒരു ഗവേണൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് രാജ്യത്തെ എല്ലാ ജില്ലാ ഓഫീസുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് 1977. പിന്നീട് എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 1987 നമ്മുടെ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ശൃംഖലയായുള്ള NIC നെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അത്രയും കാര്യങ്ങൾ, ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. സോ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ഇന്ററാക്ഷൻ ഇൻ ഗവേണൻസ്. എന്താണ് ഗവേണൻസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഗവൺമെന്റിന്റെ ആ ഒരു ഭരണ സംവിധാനങ്ങൾ കുറച്ചുകൂടെ സുതാര്യമായിട്ടും അതുപോലെ എഫിഷ്യന്റ് ആയിട്ടും കറപ്ഷൻ ഇല്ലാതെയൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി, നല്ല രീതിയിൽ ഒരു ഗുഡ് ഗവേണൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതവും അതുപോലെ വേഗതയും കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഒക്കെ വരുന്ന ഗുഡ് ഗവേണൻസ് കാഴ്ചവെക്കാനും അത് എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഘട്ടം ഘട്ടമായിട്ട് ആരംഭിച്ച പരിപാടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞു. പരിപാടിയല്ല, ഒരു പ്രോസസ്സ് തന്നെയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണവുമായിട്ട് ഗവേണൻസിലേക്ക് എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ കടന്നുവരവാണ് ഗവേണൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഗവേണൻസിൽ ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന കാര്യമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇവിടെ 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? G2G, അതുപോലെ G2B, അതുപോലെ G2E, അതുപോലെ G2C. ഇതിൽ ഓരോന്നോരോ നമ്മൾ എടുത്തെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. G2G പേര് തന്നെയുണ്ട് അല്ലെ. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെ. ഗവൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അതായത് നമ്മുടെ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്. അതുപോലെ സംസ്ഥാന തലങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്. ഇനി എന്താണ് ലോക്കൽ ഗവൺമെന്റ് വരുന്നുണ്ട് അല്ലെ. ഇന്ത്യയിൽ എന്താണ് യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ് എന്ന രീതിയിൽ വരുന്നുണ്ട്.
ഏതെങ്കിലും ഒരു പദ്ധതി ആരംഭിച്ചു. സെൻട്രൽ ഗവൺമെന്റ് എക്സ് എന്ന് പറയുന്ന എന്തോ ഒരു പദ്ധതി ആയിക്കോട്ടെ, എക്സ് എന്ന് പറയുന്നൊരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നൊരു സ്കീം ആരംഭിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വിചാരിക്കാം. ആ സ്കീമിന്റെ കാര്യങ്ങൾ സംസ്ഥാനത്തിന് കൂടെ ബാധകമാണെങ്കിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കൊണ്ടുവരുന്ന രീതിയിലുള്ള സ്കീമാണെങ്കിൽ അതെന്താണ്, അത് യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കണം അല്ലെ. ഈ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു സ്കീം, യൂണിയൻ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീം എന്താണ്, സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കണം. ഇനി സംസ്ഥാനത്തിലേക്ക് മാത്രം എത്തിച്ചാൽ മതിയോ, അത് ലോക്കൽ ഗവൺമെന്റ് തലത്തിലേക്ക് കൂടെ എത്തിക്കണം അല്ലെ. സോ ഇത്തരത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികൾ, സ്കീംസ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ഗവൺമെന്റ് കൊണ്ടുവരുന്ന എന്ത് കാര്യമായി കഴിഞ്ഞാലും, ഗവൺമെന്റ് ഭരണപരമായുള്ള എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും അതെന്താണ്, അത് വിവിധ വകുപ്പുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലേക്ക്, ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇനീഷ്യേറ്റീവാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്. എന്താണ്, വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ വരും, അവിടെ വകുപ്പുകൾ വരും. സോ ഇവരൊക്കെ തമ്മിലുള്ള വിവരങ്ങൾ പങ്കിടൽ അല്ലെ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനിടയിൽ വരുന്ന വിഭാഗങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും തമ്മിലുള്ള കാര്യങ്ങൾ, ഇനി രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള കാര്യങ്ങൾ, ഇന്ത്യയല്ല, നമ്മുടെ കേരളവും കർണാടകയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കേരളവും കർണാടകയും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിൽ ഒന്നിലധികം സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം അല്ലേ. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്തിക്കണം. അല്ലാതെ യൂണിയൻ ഗവൺമെന്റ് ഒരു കാര്യം തുടങ്ങി അത് അവിടെ മാത്രം വെച്ചാൽ പോരാ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ എല്ലാ ലോക്കൽ ബോഡീസിലും എത്തിക്കണം. അതിനുവേണ്ടി സഹായിക്കുന്ന ഇനീഷ്യേറ്റീവാണ് അല്ലെങ്കിൽ കാര്യമാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ലെങ്കിൽ G2G. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ എന്തിൽ വരും, അങ്ങനെ പഠിച്ചാൽ മതി. ഈ ഒരു ഇത്തരത്തില് ഗവൺമെന്റിന് ഇടയിൽ തന്നെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്താണ്, അവരെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ് ഉണ്ടോ, എന്തൊക്കെ പദ്ധതികളുണ്ടോ, എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എന്തിൽ വരും, G2Gയിൽ വരും അല്ലെ. അതായത് ഗവൺമെന്റിന്റെ വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ, വിവിധ വകുപ്പുകൾ, ഇവരൊക്കെ തമ്മിലുള്ള വിവരങ്ങൾ എന്താണ്, കൈമാറ്റം ചെയ്യൽ. ഇതിനെയാണ് നമ്മൾ ഇത്തരത്തിൽ എന്താണ് G2G എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, G2B ആണ് അല്ലെ. G2B പേര് തന്നെയുണ്ട്, എന്താണ്, ഗവൺമെന്റ് ടു ബിസിനസ് ആണ്. ഗവൺമെന്റ് ടു ബിസിനസ് ആണ്. ഇത് നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും, ഓരോ ടോപ്പിക്ക് പറയുന്ന സമയത്ത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഞാൻ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സോ ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ബിസിനസ് ഫേംസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ബിസിനസ് ഫേംസ് ആരംഭിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നൂലാമാലകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ, ലൈസൻസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. സോ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ഗവൺമെന്റിനും ബിസിനസ് ഫേംസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനും കാര്യങ്ങളും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് പോർട്ടൽ ഓഫ് ഇന്ത്യ വരുന്നുണ്ട് അല്ലെ, business.gov.in. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ബിസിനസ് ഫേംസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ലൈസൻസ് നൽകുക, പെർമിറ്റ് നൽകുക, അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട വരുമാന ശേഖരണം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് ഈ ഒരു ഗവൺമെന്റ് ടു ബിസിനസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഉണ്ടോ അതുപോലുള്ള കാര്യങ്ങൾ G2Bയിലാണ് വരുന്നത്. ഇനി എന്താണ് G2E, ഗവൺമെന്റ് ടു എംപ്ലോയീസ് അല്ലെ, G2E ആണ് വരുന്നത്. സോ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഈ ഒരു പരീക്ഷ ചെയ്തിട്ട് LSGA സെക്രട്ടറി പരീക്ഷ ചെയ്തിട്ട് ഗവൺമെന്റ് സർവീസിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് അല്ലെ. സോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് സംവദിക്കാനും അതുപോലെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. സോ ഇതൊക്കെ എന്തിന്റെ പരിധിയിൽ വരും, ഗവൺമെന്റ് ടു എംപ്ലോയീസിൽ വരും. ഇനി അവസാനത്തെ ഭാഗമാണ് ഗവൺമെന്റ് ടു സിറ്റിസൺ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. സോ ഇതാണ് നമ്മൾ തുടക്കം മുതൽ കഴിഞ്ഞ ക്ലാസ് മുതലേ പറഞ്ഞു വരുന്നത്, ഞാൻ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ് ഗവൺമെന്റ് ടു സിറ്റിസൺ. ഗവൺമെന്റ് ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുടെ എക്സാമ്പിൾ അടക്കം നമ്മൾ പറയും. സോ അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ആപ്ലിക്കേഷൻസും അതുപോലെ പോർട്ടലും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അല്ലേ. സോ ഇതിനു വേണ്ടിയുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എന്തിൽ വരും, ഗവൺമെന്റ് ടു സിറ്റിസൺസ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരും. നമുക്കൊന്ന് പിക്ചറിലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ് കണ്ടു. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, അതുപോലെ ലോക്കൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിനിടയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്. സോ ഇവരെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു പെട്ടി വരച്ചിട്ട് അതിനുള്ളിൽ ഗവൺമെന്റ് മാത്രം, എല്ലാ ഗവൺമെന്റ് മാത്രം, ആ ഒരു യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനോട് യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറയുന്നു നമ്മൾ പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടൽ ഇതാണ്, നമുക്ക് പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്യാം എന്ന രീതിയിൽ പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റിനോട് പറയുന്നു ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംവദിക്കാൻ ഇന്ന പോർട്ടൽ ഉണ്ട് എന്ന രീതിയിൽ അവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. സോ ഇതാണ് G2G വരുന്നത്. ഇനി ഇതിനുള്ളിൽ തന്നെ എന്താണ് G2E വരുന്നുണ്ട്, ഗവൺമെന്റ് ടു എംപ്ലോയീസ് ഇതിനുള്ളിൽ വരുന്നുണ്ട്. ഇവിടെ കൊടുത്തില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് G2E എന്ന് കൊടുക്കാം, ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കാര്യമാണ്. ഇനി എന്താണ് ഈ പറയുന്ന ഗവൺമെന്റ്, ഇത് നമ്മൾ ഗവൺമെന്റ് എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ബിസിനസ്
NGO, സിവിൽ സൊസൈറ്റി, ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് ഫേംസുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനും അവർക്ക് സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ G2Bയിൽ വരുന്നു. ഇവിടെയാണ് മേജറായുള്ള കാര്യം ഗവൺമെന്റ് ടു സിറ്റിസൺസിന് സേവനങ്ങൾ നൽകാനും ഇൻഫർമേഷൻ നൽകാനും ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് G2Cയിലും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആപ്ലിക്കേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനാണ്. സോ ആദ്യത്തെ കാര്യം ഗവൺമെന്റ് ടു ഗവൺമെന്റ് അഥവാ G2G ആണല്ലേ. സോ G2G എന്ന് പറയുമ്പോൾ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് മോഡ് എന്ന രീതിയിൽ നമുക്ക് പറയാം. എന്താണ് ഓരോ ഇൻഫർമേഷൻ ഷെയറിംഗ് മോഡ് ആണല്ലേ. വിവരങ്ങൾ കൈമാറാനുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ G2G അഥവാ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗവേണൻസിന്റെ സേവനങ്ങളുടെ സർവീസസിന്റെ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് മോഡാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇടയിലുള്ള ആക്ടിവിറ്റീസ് ഇതിലെന്താണ്? സിറ്റിസൺസിന് ഭാഗമാവുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് ഭാഗമാവുന്നില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ ഭാഗമാവുന്നില്ല, എംപ്ലോയീസ് ഭാഗമാവുന്നില്ല. ഇവിടെ ഗവൺമെന്റിനും രണ്ട് ഗവൺമെന്റിന് ഇടയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ വരുന്നുണ്ട് അല്ലെ. ആ മന്ത്രാലയങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ, വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, വകുപ്പുകൾ തമ്മിലുള്ള വിവരങ്ങൾ പങ്കിടല്, ആ ഒരു കാര്യങ്ങൾ. ഇപ്പം സെൻട്രൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്ട്രി, സംസ്ഥാന തലത്തിലെ സ്പോർട്സ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു G2G എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. സോ വിവിധ സർക്കാർ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള വിവരങ്ങൾ പങ്കിടൽ ഇതിലൂടെ സാധ്യമാവുന്നു. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നമുക്കറിയുന്ന ഈ ഗവർണൻസിന്റെ കാര്യം തന്നെയാണല്ലേ. ഗവൺമെന്റ് പ്രധാന ലക്ഷ്യം എന്താണ് വരുന്നത്? ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുകയും അതുപോലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ഗവൺമെന്റിന്റെ പ്രകടനം വർദ്ധിപ്പിക്കുകയും. അത് കോമൺ ആയിട്ടുള്ള ലക്ഷ്യമാണ്. ഈ ഗവേണൻസിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യമാണ്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ജോലികളും ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഈ പറയുന്ന G2G ഇനീഷ്യേറ്റീവ് വഴിയാണ് നടപ്പിലാക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നാഷണൽ പോർട്ടൽ ഓഫ് india.gov.in. ഓക്കെ, അതൊക്കെ അത് നമ്മുടെ ഈ ഒരു ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ സമീക്ഷയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഈ സമീക്ഷ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള പുതുതായിട്ടുള്ള പദ്ധതികൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറിയും ഒക്കെ ഈ പറയുന്ന പുതുതായിട്ട് കൊണ്ടുവന്ന പദ്ധതി കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യും അല്ലെ. സോ അതിനെയാണ് നമ്മൾ ഈ സമീക്ഷ എന്ന പേരിൽ വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സമീക്ഷ പരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ, ഈ സമീക്ഷ എന്ന രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സമീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ വിവിധ പദ്ധതികളുടെയും അതുപോലെ നയങ്ങളുടെയും സംരംഭങ്ങളുടെയും പുരോഗതി അത് ഏത് രീതിയിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ലൈവായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റ് സെക്രട്ടറിക്കും നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ സമീക്ഷ. സോ ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഗവൺമെന്റിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയില്ല. അല്ലാതെ ഈ സമീക്ഷ എന്ന് പറയുന്ന ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സാധാരണ പൗരന് പോയിട്ട് അത് മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമുക്ക് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ചെയ്യുന്നത് പോലെ ലൈവായിട്ടൊന്നും മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സെയിം കാര്യം നമ്മുടെ കേരളത്തിനും വരുന്നുണ്ട്. കേരള ഈ സമീക്ഷ നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിലെ വിവിധ വകുപ്പുകൾ, വിവിധ ഡിവിഷനുകൾ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ച് എടുത്ത തീരുമാനങ്ങൾ പിന്നീട് അങ്ങോട്ട് നടപ്പിലാവുന്നുണ്ടോ? സോ ഇത് കാര്യങ്ങൾ തത്സമയമായിട്ട് മുഖ്യമന്ത്രിക്കൊക്കെ നിരീക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനമാണ് കേരള ഈ സമീക്ഷ. ഈ സമീക്ഷ പ്രത്യേകിച്ചൊന്നുമില്ല. പുതുതായിട്ടൊരു പദ്ധതി വന്നാൽ ആ ഒരു പദ്ധതി കൃത്യമായിട്ട് ഇവാലുവേറ്റും മോണിറ്റർ ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഗവേണൻസ് സംവിധാനമാണ് ഈ സമീക്ഷ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. PFMS ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഓഫീസ് രൂപീകരിച്ചൊരു ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് PFMS. അതൊക്കെ G2G ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ലൈഡിൽ നോക്കാനുണ്ട്. enables seamless interaction between various government entities. ഇവിടെ നമ്മൾ നോക്കാനുള്ള കാര്യം എന്താണ്? ഇവിടെ ഗവൺമെന്റ് തമ്മിലാണ് കാര്യങ്ങൾ വരുന്നത്. വേരിയസ് ഗവൺമെന്റ് എൻറ്റിറ്റീസ് തമ്മിലാണല്ലോ. യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ, അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ, അത്തരത്തിൽ ഗവൺമെന്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇവിടെ സിറ്റിസണോ എംപ്ലോയീസോ അല്ലെങ്കിൽ ബിസിനസ്സോ കാര്യങ്ങളോ വരുന്നില്ല. ദിസ് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ക്യാൻ ബി ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഏജൻസി വിത്തിൻ ദ ഗവൺമെന്റ് ഉള്ളിൽ എന്താണ്? വേരിയസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിലേക്ക് നിങ്ങൾ പോകരുത്. ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലാണ് വരുന്നത്. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, ഏജൻസി, ഗവൺമെന്റ് ഓർ ബിറ്റ്വീൻ ടു ഗവൺമെന്റ് ലൈക്ക് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്തരത്തിൽ യൂണിയൻ ഗവൺമെന്റ് ഒരു പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പങ്കിടുന്നു. അതുപോലെ
വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ അന്യോന്യം അവരെന്താണ് പങ്കിടുന്നു. ദ പ്രൈമറി എയിം ഈസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി, പെർഫോമൻസ് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് ഇതിന്റെ പ്രാഥമികമായുള്ള ലക്ഷ്യം വരുന്നത്? ഈ ഗവേണൻസിന്റെ ലക്ഷ്യം തന്നെയാണ് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ എന്താണ് വേഗത കൊണ്ടുവരിക, എഫിഷ്യന്റ് ആയിട്ട് നടപ്പിലാക്കുക, ഔട്ട്പുട്ട് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസിൽ ചോദിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഇനിയും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരും. പ്രീവിയസിൽ എന്ന് പറയുമ്പോൾ PSC യുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല പരീക്ഷകൾക്കുമാണ് ഈ ഒരു ചോദ്യം വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖജാനി പ്രൊജക്ട്, കർണാടകയിലെ ഖജാനി പ്രൊജക്ട്. അതായത് സാധാരണ നമ്മൾ ട്രഷറി സംവിധാനം കേൾക്കാറുണ്ട് അല്ലെ. ആ ട്രഷറിയിൽ എന്താണ് നമ്മൾ ഫിസിക്കലി പോയിട്ട് പൈസ വാങ്ങുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേപ്പർ വർക്ക്സും കാര്യങ്ങളും വരാറുണ്ടായിരുന്നു അല്ലെ. സോ എന്നാൽ ഇത്തരത്തില് ട്രഷറിയുമായുള്ള കാര്യങ്ങൾ എന്താണ് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടയിൽ തന്നെ, ട്രഷറി എന്ന് പറയുമ്പോൾ എന്താണ് ഗവൺമെന്റ് ഇടയിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. സോ കർണാടക സർക്കാർ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഓൺലൈൻ ട്രഷറി കമ്പ്യൂട്ടറൈസേഷൻ പ്രൊജക്റ്റ് ആയുള്ള ഖജാനി പ്രൊജക്ട്. ഓക്കെ, ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് ഓൺലൈൻ ട്രഷറി കമ്പ്യൂട്ടറൈസേഷൻ പ്രൊജക്ട് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കർണാടക. കർണാടക ഗവൺമെന്റിന്റെ ഓൺലൈൻ ട്രഷറി കമ്പ്യൂട്ടറൈസേഷൻ പ്രൊജക്ട് ആയിരുന്നു ഖജാനി പ്രൊജക്ട്. ദ പ്രൊജക്ട് വാസ് ഇംപ്ലിമെന്റഡ് ടു എലിമിനേറ്റ് സിസ്റ്റമാറ്റിക് ഡെഫിഷ്യൻസി ഇൻ ദ മാനുവൽ ട്രഷറി സിസ്റ്റം. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ട്രഷറി സിസ്റ്റത്തിന് എന്താണ് പരസ്പരം കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് മാനുവലി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ ഗവൺമെന്റ് വിവിധ ട്രഷറീസിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി വന്ന പ്രൊജക്റ്റ് ആയിരുന്നു ഖജാനി പ്രൊജക്ട്. എവിടെയാണ്? കർണാടക. ചിലപ്പം ചോദ്യം ഒരു മാർക്കിന് വരാം. ഖജാനി പ്രൊജക്ട് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്? G2G ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്, കർണാടകയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ആണ് സ്മാർട്ട് ഗവ്. ആന്ധ്രാപ്രദേശിന്റെ G2G ഇനീഷ്യേറ്റീവ് ആണ് സ്മാർട്ട് ഗവ്. സോ സ്മാർട്ട് ഗവ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. സോ ഗവൺമെന്റിനെ സ്മാർട്ട് ആക്കുന്നു അല്ലെ, അത് തന്നെയാണ് ഈ ഗവേണൻസ് വരുന്നത്. സോ ഇവിടെ എന്താണ് ആന്ധ്രാപ്രദേശ് സെക്രട്ടേറിയറ്റിന്റെ കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ്. അവിടെ എന്താണ് അതുവരെ ഉണ്ടായിരുന്ന പേപ്പർ വർക്ക്സ് ഈ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഫയൽ എന്ന രീതിയിൽ ഇലക്ട്രോണിക് ഫയൽ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഗവേൺ. ഓക്കെ, സ്മാർട്ട് ഗവ് അല്ല, സ്മാർട്ട് ഗവ്, ഗവൺമെന്റ് എന്നില്ല, സ്മാർട്ട് ഗവ് എന്നാണ്. ആന്ധ്രാപ്രദേശിന്റെ സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ വർക്ക്സ് ഉണ്ടല്ലോ, അത് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ആന്ധ്രാപ്രദേശിന്റെ ഗവൺമെന്റിന്റെ വർക്ക്സ് എന്താണ് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി, വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യങ്ങൾ എന്താണ് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി വന്ന ആപ്ലിക്കേഷൻ ആണ് സ്മാർട്ട് ഗവ്. സ്മാർട്ട് ഗവ് ഹാസ് ബീൻ ഡെവലപ്ഡ് ടു സ്ട്രീം ലൈൻ ഓപ്പറേഷൻസ്, enhance efficiencies through workflow automation and knowledge management for implementation of the Andhra Pradesh Secretariat. ആന്ധ്രാപ്രദേശ് സെക്രട്ടേറിയറ്റിന് എന്താണ് കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള പേപ്പർ വർക്ക്സ് മുഴുവൻ എന്താണ് ഓൺലൈനായിട്ട് മാറ്റാൻ വേണ്ടി കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി വന്ന പദ്ധതിയായിരുന്നു സ്മാർട്ട് ഗവ്. സ്മാർട്ട് ഗവ് റീപ്ലേസസ് ദ പേപ്പർ ഫയൽ വിത്ത് ഇ ഫയൽ. ഓൺലൈനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി വന്ന പദ്ധതിയാണ്. നെക്സ്റ്റ് എന്താണ് നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ. നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ പേപ്പർലെസ് ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ദേശീയ തലത്തിൽ വന്ന പദ്ധതിയാണ്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്മാർട്ട് ഗവ്, അതുപോലെ നാഷണൽ ലെവലിൽ വന്ന ഈ വിധാൻ ആപ്ലിക്കേഷൻ ആണ് സ്റ്റേറ്റ് ലെജിസ്ലേഷനെ പേപ്പർലെസ് ആയിട്ട് ഓൺലൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഇനീഷ്യേറ്റീവ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മിഷൻ മോഡ് പ്രൊജക്ട് ടു മേക്ക് ദ ഫംഗ്ഷനിങ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ പേപ്പർലെസ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേഷന്റെ കാര്യങ്ങൾ പേപ്പർലെസ് ആയിട്ട് മാറ്റുകയും അതുപോലെ ഓൺലൈനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിരുന്നു നാഷണൽ ഇ വിധാൻ. അതുപോലെ പ്രഗതിയുടെ ഫുൾ ഫോം പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ എന്നാണ്. ഓക്കെ, പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ ആണ്. ഇതെന്തിനു വന്നു എന്ന് വെച്ചാൽ പേര് തന്നെയുണ്ട്. ഗവൺമെന്റിന്റെ സ്കീംസും ആ ഒരു കാര്യങ്ങൾ പ്രോഗ്രാംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല സൗകര്യ പദ്ധതികളൊക്കെ എന്താണ് അത് സമയബന്ധിതമായിട്ട് തീർക്കണം അല്ലേ. നമുക്ക് എന്താണ് ഒരു വലിയൊരു ഹോസ്പിറ്റൽ വരുന്നു, അതിപ്പം ഹോസ്പിറ്റൽ ഒരു 1-2 വർഷം കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ കാര്യമില്ല. അല്ലാതെ ഇന്ന് ആരംഭിച്ചു 20 വർഷം കഴിഞ്ഞിട്ടല്ല ഹോസ്പിറ്റൽ വരേണ്ടത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 20-30 വർഷം കഴിഞ്ഞിട്ടല്ല വരേണ്ടത്. അത് കൃത്യമായിട്ട് വളരെ വലിയ ഫണ്ട് ചെലവഴിച്ച് വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി പ്രൊജക്ട് അത് സമയബന്ധിതമായിട്ട് വരണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് വന്ന ആപ്ലിക്കേഷൻ ആണ് പ്രഗതി, അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ടൈംലി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പ്രോഗ്രാംസ്, എക്സ്പെഷ്യലി എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ $1 ട്രില്യൺ വരുന്ന അത്രയും മുടക്കിയിട്ട് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഒക്കെ ഇതിലൂടെ നമുക്ക് ഗവൺമെന്റ് എന്താണ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കല്ല, ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് ഈ സമീക്ഷ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഈ സമീക്ഷ പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഈ സമീക്ഷ ഈസ് എ
ഓൺലൈൻ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് മെക്കാനിസം ഡെവലപ്ഡ് ബൈ ദ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. അതിലൂടെ എന്താണ് ക്യാബിനറ്റ് സെക്രട്ടറിക്കും അതുപോലെ പ്രധാനമന്ത്രിക്കും നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ നോക്കി കാണാൻ വേണ്ടി സാധിക്കും. സെയിം സംവിധാനം നമ്മുടെ കേരളത്തിലും വരുന്നുണ്ട്. കേരള ഈ സമീക്ഷ എന്ന രീതിയിൽ പറയാം. കേരള ഈ സമീക്ഷ എന്ന രീതിയിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുൻപ് ഇവിടെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരള ഈ സമീക്ഷ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. സെയിം കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രിയായിട്ട് സംവദിക്കാനും അതുപോലെ ഇതിന്റെ കൃത്യമായുള്ള മോണിറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ കേരള സംസ്ഥാന തലത്തിൽ വന്ന ആ ഒരു ആപ്ലിക്കേഷനാണ് കേരള ഈ സമീക്ഷ. നെക്സ്റ്റ് എന്താണ് UPA-AI സ്കീം. UPA-AI സ്കീം എന്ന് പറയുമ്പോൾ യൂണിഫൈഡ് പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് ഇന്റർഫേസ് ആണ്. അതായത് നമ്മുടെ MPസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, MPസിന് എന്താണ് ഫണ്ട് വരാറുണ്ട്. MP ലാഡ് എന്ന രീതിയിൽ MP ഫണ്ട് വരാറുണ്ട്. അവരുടെ ആ ഒരു മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് എന്താണ് തുക ചെലവഴിക്കാൻ വേണ്ടിയുള്ളൊരു ഫണ്ട് MP ലാഡ് എന്ന രീതിയിൽ അനുവദിക്കാറുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു UPA-AI സിസ്റ്റം അല്ലെങ്കിൽ യൂണിഫൈഡ് പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് ഇന്റർഫേസ് സൊല്യൂഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. UPA-AI എന്ന് വരുന്നത് ഉപായ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഉപായ് അഥവാ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇൻ ഇംഗ്ലീഷ് വേർഡ് പ്രൊവൈഡ്സ് ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ഫോർ ഡാറ്റ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഡിസസ് ഫോർ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ MP and help them take better decision related to the MP-led funds and other central schemes. അതായത് ഈ ഒരു MPക്ക് ലഭിക്കുന്ന MPക്ക് ഒരു 100 കോടി രൂപ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ആ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിൽ വിന്യസിക്കണം അല്ലെങ്കിൽ ആ ഫണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആ ഒരു പ്രദേശ സോഷ്യൽ ഇൻഡിസസ് നോക്കിയിട്ട് എന്താണ് അവിടെ എന്താണ് ദാരിദ്ര്യമാണ് കൂടുതലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫണ്ട് ചെലവഴിക്കണം. ഈ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പ്രശ്നമെങ്കിൽ എന്താണ് അതിനു വേണ്ടിയുള്ള ഫണ്ട് ചെലവഴിക്കണം. സോ അങ്ങനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ സംവിധാനമാണ്. ആർക്കാണ് ലഭ്യമാകുന്നത്? MPസിനാണ്. മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിതലത്തിലെ ആളുകൾക്കാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ലഭ്യമാകുന്നത്, അല്ലാതെ ജനങ്ങൾക്കല്ല. സോ ഉപായ് സ്കീം അല്ലെങ്കിൽ UPA-AI സ്കീം സിസ്റ്റം എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. സ്കീം അല്ല, സിസ്റ്റമാണ്, ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഓഫീസ് ആണ്. ഈ ഓഫീസ് കൊണ്ടുവന്നത് നമ്മുടെ NIC അഥവാ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ആണ് കൊണ്ടുവരുന്നത്. ഹാസ് ഡെവലപ്ഡ് ആൻ ഓഫീസ് ആപ്ലിക്കേഷൻ ടു ട്രാൻസ്ഫോം ദ ട്രഡീഷണൽ ഫംഗ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഒന്ന് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ഓഫീസ്. അതായത് ഓഫീസ് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഓൺലൈൻ ആക്കുക, പഞ്ചിങ് പോലുള്ള കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഫുൾ ഓൺലൈനായിട്ട് പണ്ടുള്ളത് ആ ഒരു രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതിന് പകരം എന്താണ് അതൊക്കെ ഓൺലൈനായിട്ട് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ഓഫീസ് എന്ന രീതിയിൽ പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒന്നുകിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ യൂണിയൻ സ്റ്റേറ്റ് തമ്മിൽ അങ്ങനെയാണ് വരുന്നത് അല്ലേ. സോ എന്തൊക്കെ പറഞ്ഞു? ഖജാനി പ്രൊജക്ട്, സ്മാർട്ട് ഗവ്, അതുപോലെ നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ, പ്രഗതി, ഈ സമീക്ഷ, ഉപായ് സ്കീം സിസ്റ്റം അല്ലെങ്കിൽ UPA-AI സിസ്റ്റം, ഈ ഓഫീസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോവുകയാണ്. G2B അഥവാ ഗവൺമെന്റ് ടു ബിസിനസ്. ഓൾറെഡി എന്താണ് കാര്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് ഇവിടെ വരുന്നത്? G2B അഥവാ ഗവൺമെന്റ് ടു ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സുകളും ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ല. ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഗവൺമെന്റിനെയും അതുപോലെ ബിസിനസ് സംരംഭകർ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. വിവിധ തലങ്ങളിലുള്ള സർക്കാർ ഏജൻസികൾ സർക്കാർ പോർട്ടലുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് IT സൊല്യൂഷന്റെ സഹായത്തോടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ട സേവനങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ നൽകുന്നു അല്ലെ. ഒരു ബിസിനസ് സ്ഥാപനം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. സോ നമ്മൾ എന്താണ് G2Bയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ് ഉണ്ടെന്ന് അന്വേഷിച്ചാൽ മതി അല്ലെ. G2Bയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സംരംഭങ്ങൾ ലഭ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓരോ പ്രോസസ്സിന് വേണ്ടി ലൈസൻസിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ലൈസൻസ് നേടാൻ വേണ്ടി ചിലപ്പോൾ ഒരു പോർട്ടൽ ഉണ്ടാവും. അതുപോലെ ഏതെങ്കിലും രീതിയിൽ റെഗുലേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനൊരു പോർട്ടൽ ഉണ്ടാവും. സോ അങ്ങനെ വ്യത്യസ്തമായുള്ള പോർട്ടൽ വരുന്നുണ്ട് അല്ലേ. G2Bയിൽ എന്താണ് ആ ഒരു സംരംഭങ്ങളായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിങ്, അതിന്റെ പെർമിറ്റ്, വരുമാന ശേഖരണം, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വ്യത്യസ്ത ഇനീഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. സോ അതൊക്കെ എന്തിന്റെ അണ്ടറിലാണ്? G2Bയുടെ അണ്ടറിലാണ്. നമ്മുടെ ബിസിനസ് പോർട്ടൽ ഓഫ് ഇന്ത്യ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. business.gov.in എന്ന ആപ്പ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ, പോർട്ടൽ കേട്ടില്ലേ? business.gov.in എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പോർട്ടൽ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ഗവൺമെന്റ് ടു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ഗവർണൻസിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള സർക്കാരുമായിട്ട് ഇടപെടുമ്പോൾ കൂടുതൽ സുതാര്യമായുള്ളൊരു ബിസിനസ് അന്തരീക്ഷം എന്താണ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് അന്തരീക്ഷം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു അല്ലെ. സോ ഇതാണ് ഗവൺമെന്റ് ടു ബിസിനസ് അഥവാ G2B വരുന്നത്. ബാക്കി നമുക്ക് സ്ലൈഡിൽ നോക്കാം. എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അതായത് ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? ഇവിടെ വരുന്നത് ഒരു ഭാഗത്ത്
ബിസിനസ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട്, മറുഭാഗത്ത് ഗവൺമെന്റ്. എല്ലാത്തിന്റെയും മറുഭാഗത്ത് ഗവൺമെന്റ് വരുന്നുണ്ട്. ഗവൺമെന്റ് ആണല്ലോ ഇവിടെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. സോ എല്ലാത്തിന്റെ മറുഭാഗത്ത് ഗവൺമെന്റ് അവിടെ ഉണ്ടാവും. ഇറ്റ് എനാബിൾസ് എ ബിസിനസ് കമ്മ്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് ഗവൺമെന്റ് ബൈ യൂസിങ് ഗവേണൻസ് ടൂൾസ്. ഗവേണൻസിന്റെ എന്തൊക്കെ ടൂള് ബിസിനസ് ആളുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായുള്ള എന്തൊക്കെ ടൂളുകൾ ഉണ്ടെന്നത് നമുക്ക് G2Bയുടെ അണ്ടറിൽ കാണാൻ വേണ്ടി പറ്റും. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു കട്ട് റെഡ് ടേപ്പിസം വിച്ച് വിൽ സേവ് ടൈം ആൻഡ് റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മിഥുനൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങി ഒരുപാട് ബിസിനസ് ഫേംസ് പോവാറുണ്ട്. അവർക്ക് തുടങ്ങാൻ വേണ്ടി പറ്റത്തില്ല. ആ രീതിയിൽ ഒരുപാട് ലൈസൻസിങ് അങ്ങനെ നൂലാമാലകൾ വരാറുണ്ടായിരുന്നു അല്ലേ. അതുപോലെ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യത്തിലുണ്ട് ഇത്തരത്തിൽ റെഡ് ടേപ്സിൽ കുടുങ്ങിയിട്ട് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ആ രീതിയിൽ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ മാറി നിൽക്കുന്ന കാര്യങ്ങൾ ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഓൺലൈനായിട്ട് മാറ്റുന്ന സമയത്ത് ഒരാൾക്ക് ഇപ്പം നമ്മുടെ വില്ലേജ് ഓഫീസറുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ദിവസം 100 പേരൊക്കെ വന്നാൽ അദ്ദേഹത്തിന് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആ ഒരു കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട് അല്ലേ. എന്നാൽ കമ്പ്യൂട്ടർ ബേസ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ 100 അല്ല 1000 അല്ല 10,000 പേര് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റും. സോ ഇത്തരത്തിൽ ഇത്തരത്തിൽ അന്ന് 100 പേര് വന്നു, 50 പേര് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ 50 പേരുടെ കാര്യം അവിടെ താൽക്കാലികമായിട്ട് ചുവപ്പ് നാടയിൽ അവിടെ കുടുങ്ങിക്കിടക്കും അല്ലേ. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ദിസ് വിൽ ഓൾസോ ക്രിയേറ്റ് മോർ ട്രാൻസ്പാരന്റ് ബിസിനസ് എൻവയോൺമെന്റ് വെൻ ഡീലിംഗ് വിത്ത് ഗവൺമെന്റുമായിട്ട് സംവദിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സുതാര്യമായുള്ള ഒരു ബിസിനസ് എൻവയോൺമെന്റ് ലഭ്യമാവും, അല്ലെങ്കിൽ അഴിമതി പോലുള്ള കാര്യങ്ങൾ കുറയും. പണ്ടൊക്കെ ആ ഒരു സിനിമയെ തന്നെ നമ്മൾ കണ്ടിയാണ്, ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര കൊടുത്താൽ മതി, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇത്ര കൊടുത്താൽ മതി എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ നമ്മൾ നിർബന്ധിക്കപ്പെടേണ്ടതായിട്ട് വരും. ബട്ട് ഇവിടെ കുറച്ചുകൂടെ ട്രാൻസ്പാരന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ലൈസൻസിന് വേണ്ടി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവും. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളിൽ ലഭ്യമാവും. നമ്മൾ അതുമാത്രം ചെയ്താൽ മതി. ദ G2B ഇനീഷ്യേറ്റീവ് ഹെൽപ്പ് ഇൻ സർവീസ് സച്ച് ആസ് ലൈസൻസിങ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ലൈസൻസിങ്, പ്രൊക്യൂർമെന്റ്, പെർമിറ്റ്സ് ആൻഡ് റവന്യൂ കളക്ഷൻ. ഇതൊക്കെ വ്യത്യസ്തമായുള്ള സൈറ്റ്സ് G2Bയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദീസ് ഇൻക്ലൂഡ് രജിസ്ട്രേഷൻ അണ്ടർ ഡിഫറെന്റ് സ്റ്റാറ്റ്യൂസ്. വ്യത്യസ്ത നിയമങ്ങളുടെ ഭാഗമായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു G2B ഇനീഷ്യേറ്റീവിൽ വരുന്നുണ്ട്. ലൈസൻസ് അണ്ടർ ഡിഫറെന്റ് ലോസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ബിസിനസ്. സോ ഇവിടെ ഗവൺമെന്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊക്യൂർമെന്റ് പ്രൊജക്ട് ഇൻ ആന്ധ്രാപ്രദേശിൽ ഈ പ്രൊക്യൂർമെന്റ് പ്രൊജക്ട് ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും വന്നിട്ടുണ്ട്. ഈ പ്രൊക്യൂർമെന്റ് പ്രൊജക്ട് ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും വന്നിട്ടുണ്ട്. ടു റെഡ്യൂസ് ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഫോർ ബോത്ത് വെൻഡേഴ്സ് ആൻഡ് ഗവൺമെന്റ്. നമ്മൾ ഇന്നൊരു കാര്യം കൊണ്ടുവന്നു, പേപ്പർ വർക്ക്, ഒരാഴ്ച പേപ്പർ വർക്ക് നീണ്ടു നിന്നു, 2 ആഴ്ച അതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് പ്രോസസ് നീണ്ടു നിന്നു. സോ ഇത് 2 പേർക്കും ബുദ്ധിമുട്ടാണ്. ബിസിനസ് ഫേമിനും ബുദ്ധിമുട്ടാണ്, ഗവൺമെന്റിന് ബുദ്ധിമുട്ടാണ്. സോ അതിന് ടൈം 2 ആഴ്ച എടുക്കുന്ന ഈ ഒരു പരിപാടി 2 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റിയെങ്കിലോ അത്രയും നല്ലതാണല്ലേ. സോ റെഡ്യൂസ് ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈ പ്രൊക്യൂർമെന്റ് പ്രൊജക്ട് ആന്ധ്രാപ്രദേശും ഗുജറാത്തും തുടങ്ങിയ ഈ പ്രൊക്യൂർമെന്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ പോർട്ടലിലൂടെ ലഭ്യമാവുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് MCA 21. ഓക്കെ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ലോഞ്ച് ചെയ്തൊരു പോർട്ടലാണ് MCA 21 എന്ന രീതിയിൽ പറയുന്നത്. കമ്പനി നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു MCA 21 എന്ന് പറയുന്നത്. ദ പ്രൊജക്ട് എയിംസ് ടു പ്രൊവൈഡിംഗ് ഈസി ആൻഡ് സെക്യൂർ ഓൺലൈൻ ആക്സസ് ടു ഓൾ രജിസ്ട്രി റിലേറ്റഡ് സർവീസ് പ്രൊവൈഡ് ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ടു കോർപ്പറേറ്റ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് എനി ടൈം ആൻഡ് ഇൻ എ മാനർ ദാറ്റ് ബെസ്റ്റ് സ്യൂട്ട്സ് ദം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ കമ്പനി നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആരംഭിച്ച പദ്ധതിയായിരുന്നു MCA 21. ഓക്കെ, ഇവിടെ ഗവൺമെന്റും അതുപോലെ ബിസിനസ് ഫേംസും കണക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇ-ബിസ് പോർട്ടൽ. ഓക്കെ, ഇ-ബിസ് പോർട്ടൽ ഇറ്റ് ഈസ് എ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഫോർ വേരിയസ് റെഗുലേറ്ററി ക്ലിയറൻസ് ആൻഡ് പെർമിറ്റ്സ്. ഏതെങ്കിലും രീതിയിലുള്ള ക്ലിയറൻസ്, അതുപോലെ തന്നെ റെഗുലേറ്ററി ക്ലിയറൻസ്, പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഓൺലൈനായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പോർട്ടൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇത്തരത്തിൽ നമുക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കയറി നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് ഇസ് എ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഫോർ വേരിയസ് റെഗുലേറ്ററി ക്ലിയറൻസ് ആൻഡ് പെർമിറ്റ്സ്. ഐഡിയ സിംപ്ലിഫൈഡ് ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ബിസിനസ്. ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ വേണ്ടി നമ്മൾ മിഥുന സിനിമയിൽ കണ്ടതുപോലെ ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നമ്മുടെ ഒരു ക്ലിക്കിൽ ഈ ഒരു
നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുക്കുക, അതിൽ വെബ് പോർട്ടലിലേക്ക് പോവുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലേ. സോ അത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള പരിപാടി തന്നെ നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ്, ജെം എന്ന് പറയാം, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ്. ജെം ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് പബ്ലിക് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം. എന്താണ്, നമ്മൾ ഒരുപാട് ഇ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ. ഇ കൊമേഴ്സ് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറയാം, നമ്മുടെ ക്ലാസ് കൊടുത്തില്ല. ഇ കൊമേഴ്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള മിന്ത്ര, അതുപോലെ ഫ്ലിപ്കാർട്ട്, ഈബേ, ആമസോൺ, സ്വിഗ്ഗി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇ കൊമേഴ്സിലൂടെ വരുന്നുണ്ട് അല്ലേ. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. അത് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഇന്റർനെറ്റിലൂടെ എന്താണ് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ വിൽക്കാനും അനുവദിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ഗവൺമെന്റ് ഭാഗമായിട്ട് വരുമ്പോൾ അത് ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് പ്രൊമോട്ട്സ് ട്രാൻസ്പാരൻസി ആൻഡ് എലിമിനേറ്റ് കറപ്ഷൻ, ഹെൽപ്ഫുൾ ഇൻ ഈസി ഓഡിറ്റിംഗ് ബിക്കോസ് ഇറ്റ് വിൽ ലീവ് ആൻ ഓഡിറ്റ് ട്രയൽ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകളും കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായുള്ള ഓഡിറ്റിംഗ് നടക്കുന്നതുകൊണ്ട് അഴിമതിയും കാര്യങ്ങളും പ്രശ്നങ്ങളും വരത്തില്ല. ഓക്കെ ആണല്ലോ. ജെം ഹെൽപ്സ് ഇൻ to ensure the public procurement of goods and services is carried out through the online platform. നെക്സ്റ്റ് ആണ് GSTN. GSTയുടെ ഒരു മെയിൻ ആയുള്ള കാര്യം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം. GSTയുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആരിലാണ് കൂടുതൽ വരുന്നത്, ബിസിനസ് ഫേംസിനാണല്ലേ. സോ അവരുടെ ആ ഒരു GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമാക്കാൻ വേണ്ടി വന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ പോർട്ടലാണ് GST നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ. GSTN ഈസ് എ ടെക്നോളജി പ്ലാറ്റ്ഫോം ദാറ്റ് ഈസ് ബാക്ക് ബോൺ ഓഫ് GST റെജീം. GST ആയിട്ട് ബന്ധപ്പെട്ട GST റെജീമിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ചാൽ GSTN ആണ്, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ആണ്. ഇറ്റ് ഹാൻഡിൽസ് രജിസ്ട്രേഷൻ അണ്ടർ GST, ഫയലിംഗ് ആൻഡ് പേയ്മെന്റ് ഓഫ് GST, ഹാൻഡ്ലിംഗ് കോംപ്ലക്സ് സിസ്റ്റം ഓഫ് GST ക്രെഡിറ്റ്സ് എക്സെട്ര. GSTയുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഫേംസിന് ഗവൺമെന്റിനെ സംവദിക്കാൻ വേണ്ടി ഈ ഒരു GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റിനെയും ബിസിനസിനെയും കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ് GSTN എന്ന് പറയുന്ന പോർട്ടൽ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗവൺമെന്റ് ടു എംപ്ലോയീസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഗവൺമെന്റ് ടു എംപ്ലോയീസ്. അതായത് സർക്കാരിൽ നിന്നും സർക്കാർ ജീവനക്കാരിലേക്ക് അല്ലെ. സർക്കാരും അതിന്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയം അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമവും വളരെ വേഗത്തിലുമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നത്. ഇതിന്റെ അണ്ടറിൽ എന്താണ്, ഇതിന്റെ അണ്ടറിൽ നമ്മൾ കാണുന്ന സ്പാർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല, സ്പാർക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഈ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് എന്ന രീതിയിൽ www.egovonline.net എന്നൊക്കെ പറയുന്ന ഒരുപാട് പോർട്ടലുണ്ട്. ഇതിലൂടെ ഗവൺമെന്റ് എന്താണ് എംപ്ലോയീസുമായിട്ട് സംവദിക്കുന്നു, അവർക്ക് വേണ്ട സ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നു. സർക്കാരിന്റെ നയങ്ങൾ എന്താണ് ജീവനക്കാർ മുഖേന നടപ്പിലാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സംവദിക്കാനുള്ള ഇന്ന പ്രോഗ്രാം വന്നിട്ടുണ്ട്, ഇത് നമ്മൾ ഈ ലെവലിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസിനെ പറഞ്ഞറിയിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു പോർട്ടൽ വരുന്നത് G2E ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ദിസ് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയീസ്. ആരൊക്കെ തമ്മിലാണ്? ഗവൺമെന്റ് എംപ്ലോയീസും തമ്മിലാണ്. നിങ്ങളൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ട് മാറാൻ വേണ്ടി പോകുന്ന ആളുകളാണല്ലേ. ICT എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ടൂൾസ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് ദിസ് ഇന്ററാക്ഷൻ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ദസ് ഇൻക്രീസ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്താണ് അവരുടെ സ്കിൽ അപ്ഗ്രേഡേഷനും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓൺലൈൻ മുഖേന ചെയ്താൽ മതി. അവർക്കല്ലാതെ മറ്റു രീതിയിൽ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓൺലൈൻ മുഖേന അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഗവൺമെന്റ് ഈസ് by far the biggest employer. Like any organization, it has to interact with its employees regularly. അതായത് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് വിവിധ മേഖല, ഇപ്പോൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഒരുപാട് എംപ്ലോയീസ് വരുന്നുണ്ടല്ലേ. ഈ പറയുന്ന കോടിക്കണക്കിന് എംപ്ലോയീസിന് നമുക്ക് എന്താണ് ഗവൺമെന്റ് രാവിലെ വിളിച്ചിട്ട് അസംബ്ലി ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സംവിധാനം കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നത് എവിടെയാണ്? G2E ഇനീഷ്യേറ്റീവിലാണ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. സോ അതിലൂടെ എന്താണ് വിവിധ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സർക്കാർ എംപ്ലോയീസിന് എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഇൻവോൾവ്സ് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഡൈവേഴ്സ് വർക്ക് അസൈൻമെന്റ് as may come from time to time evolution of performance management, policy for personal training and development of employees and career advice. അതായത് ഈ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ടാസ്ക്, അവരുടെ വർക്ക് അസൈൻമെന്റ് എന്താണ് ഗവൺമെന്റ് നൽകുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ മുഖേനയാണ്. അതുപോലെ അവരുടെ പെർഫോമൻസ് എന്താണ് മാനേജ്മെന്റ്
അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇനി അവർക്ക് സ്കിൽ ട്രെയിനിങ് നൽകണമെങ്കിൽ എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ ഇത് മുഖേന നൽകുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ എംപ്ലോയീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടെ എംപ്ലോയീസിനെ ഇതിലൂടെ അറിയിക്കുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഫോർ എംപ്ലോയീസ് ക്യാൻ ബി ഷെയർഡ്. ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒരിക്കലും എന്താണ് ജനറൽ പബ്ലിക്കിലേക്ക് വിടേണ്ട ആവശ്യമില്ല അല്ലെ. ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻ അവരെ മാത്രം അറിയിച്ചാൽ മതി. ആ ഡിപ്പാർട്ട്മെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തൊക്കെയാണെന്ന് ആ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസിനെ അറിയിച്ചാൽ മതി. സോ അതിനുവേണ്ടിയുള്ള സംവിധാനം കൂടിയാണ് G2E ഇനീഷ്യേറ്റീവിൽ വരുന്നത്. എംപ്ലോയീസ് ക്യാൻ ചെക്ക് ദർ പേയ്മെന്റ് ആൻഡ് വർക്കിംഗ് റെക്കോർഡ് യൂസിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം. പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ പേയ്മെന്റും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റും. അവരുടെ വർക്ക് റെക്കോർഡ്, അവരുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഇതുകൂടാതെ സ്പാർക്ക് എന്ന് പറയുന്ന www.spark.gov ഉണ്ട്. ഈ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ആയുള്ള www.egov.online.net ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഇത് തന്നെയാണ്. ഈ ഒരു G2E ഭാഗമാണ്. അവസാനത്തെയാണ് G2C. അവസാനത്തെയും വളരെ പ്രധാനപ്പെട്ട അവസാനത്തേക്ക് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. G2C ഇത് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ് തൊട്ടേ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു സിറ്റിസൺ മാത്രമാണെന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത് ഞാൻ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് കൊണ്ടാവാം. സോ ഗവൺമെന്റ് ടു സിറ്റിസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗവേണൻസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് വരുന്നത്. സോ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ആരൊക്കെ തമ്മിലാണ് ഇവിടെ ഇന്ററാക്ഷൻ വരുന്നത്? ഗവൺമെന്റും അതിന്റെ പൗരന്മാരും തമ്മിലാണ് അല്ലെ. സർക്കാരും ആ ഒരു പൗരന്മാരും ആ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട പൗരന്മാരും തമ്മിലുള്ള ഇടപെടൽ കുറച്ചുകൂടെ എന്താണ് ഫലപ്രദമാക്കാനും അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കി കൊണ്ടുവരാൻ യൂസർ ഫ്രണ്ട്ലി ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു KSEB പണ്ട് നമ്മൾ എന്താണ് അവിടെ പോയിട്ട് ക്യൂ നിന്നിട്ട് മണിക്കൂറോളം ക്യൂ നിന്നിട്ട് നമ്മൾ എന്താണ് ആ ഒരു ബില്ലടച്ചെങ്കിൽ ഇപ്പം നമുക്ക് വീട്ടിൽ എപ്പോഴാണോ നമ്മുടെ കൺവീനിയൻസ് എപ്പോഴാണോ അപ്പോൾ നമ്മൾ ബില്ലടച്ചാൽ മതി. ഓക്കെ, ഡ്യൂ ഡേറ്റിന് മുൻപ് അടക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ആ രീതിയിൽ നമ്മൾ അടച്ചാൽ മതി. അതുപോലെ ഒരുപാട് സേവനങ്ങൾ നമ്മൾ എന്താണ് ഇപ്പം നമുക്ക് പല സർക്കാർ സ്ഥാപനങ്ങളിലും പോവേണ്ട ആവശ്യമില്ല. അത്രയും എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെങ്കിൽ നമ്മൾ പോയാൽ മതി. ഇപ്പോൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കാൻ ചെയ്യണമെങ്കിൽ നിയറസ്റ്റ് അക്ഷയ സെന്റർ അല്ലെങ്കിൽ അതുപോലുള്ള സേവനങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയാൽ മതി അല്ലേ. സോ അത്തരം കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പോയാൽ മതി. അല്ലാതെ ഓൾമോസ്റ്റ് സെക്യൂരിറ്റി ഇത്തരത്തിൽ റീസൺസ് കാരണമാണ് അങ്ങനെ പോകേണ്ടതായിട്ട് വരുന്നത്. അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ എന്താണ് സർക്കാർ സേവനങ്ങളുടെ പ്രവേശനക്ഷമതയും അതുപോലെ അതിന്റെ ലഭ്യതയും കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് സഹായിക്കുന്നുണ്ട്. ഫയലുകളുടെ കാലതാമസം ഇതിലൂടെ ഒഴിവാക്കപ്പെടാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസിൽ ഒരു ദിവസം 100 പേര് വന്നാൽ ചിലപ്പോൾ മാക്സിമം 50 പേര് ഓഫീസർക്ക് അന്ന് നോക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ 50 ഫയൽ പെൻഡിംഗ് ആവും. നെക്സ്റ്റ് ഡേ 200 പേര് വന്നാൽ 150 ഫയൽ പെൻഡിംഗ് ആവും. അങ്ങനെ പെൻഡിംഗ് ആയിട്ട് പോകും അല്ലേ. സോ ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കാനും അതുപോലെ സമയനഷ്ടം എന്താണ് പരിഹരിക്കാൻ. അന്ന് വന്ന 50 പേർക്ക് എന്താണ് അന്നത്തെ ആ ഒരു സമയം നഷ്ടമാണ് അല്ലേ. സോ സമയനഷ്ടം പരിഹരിക്കുക, അതുപോലെ പ്രവർത്തന ചെലവ് എന്താണ് പരമാവധി കുറയ്ക്കുക. ഇതൊക്കെയാണ് G2Cയുടെ ലക്ഷ്യങ്ങൾ വരുന്നത്. ഓക്കെ, G2Cയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു ചെയ്യണം. കൂടുതൽ കാര്യങ്ങളും അതുപോലെ ഇനീഷ്യേറ്റീവ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ഗവൺമെന്റും അതിന്റെ സിറ്റിസൺസ് പൗരന്മാരും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് G2Cയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദിസ് എനാബിൾസ് സിറ്റിസൺ ടു ബെനിഫിറ്റ് ഫ്രം ദ എഫിഷ്യന്റ് ഡെലിവറി ഓഫ് ലാർജ് റേഞ്ച് ഓഫ് പബ്ലിക് സർവീസ്. ഒരുപാട് പബ്ലിക് സർവീസ് വരുന്നുണ്ട് അല്ലേ. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സേവനങ്ങൾ, ഇപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടെലിഫോൺ ബില്ല് വരുന്നുണ്ട്. സോ അങ്ങനെ ഓൺലൈൻ ബില്ല് തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനൊന്നും നമ്മൾ എന്താണ് ഫിസിക്കലി ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയും എന്താണ് നമുക്ക് ഒരു രീതിയിലും റൂറൽ ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അവിടെ എന്താണ് ഒരു രീതിയിലുള്ള ഓൺലൈൻ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതിന് വേണ്ടിയുള്ള സേവനങ്ങളും ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് നമ്മൾ വരുന്ന സ്ലൈഡിലായിട്ട് നമ്മൾ പറയാം. നമ്മൾ കേൾക്കാറില്ലേ പല രീതിയിലുള്ള സെന്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. പൊതുസേവന കേന്ദ്രങ്ങൾ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വരുന്ന സ്ലൈഡിലായിട്ട് നമ്മൾ എന്തായാലും നോക്കും. സോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പോവാം. സോ ആ രീതിയിൽ നമ്മൾ നോക്കുമെന്നാണ് ഒരുപാട് സേവനങ്ങൾ ലാർജ് റേഞ്ച് ഓഫ് പബ്ലിക് സർവീസസ് സിറ്റിസൺസിന് നൽകാൻ വേണ്ടിയിട്ടാണ് G2C ഇനീഷ്യേറ്റീവ് വന്നത്. എക്സ്പാൻഡ്സ് ദ ആക്സസിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഗവൺമെന്റ് സർവീസ് ആൻഡ് ഓൾസോ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് സർവീസ്. ഓക്കെ, ആ രീതിയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ പ്രൈമറി എയിം ഈസ് ടു മേക്ക് ഗവൺമെന്റ് സിറ്റിസൺ ഫ്രണ്ട്ലി. ഈ G2C ഇനീഷ്യേറ്റീവിന്റെ പ്രൈമറി എയിം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് എന്താണ് സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ
ജനങ്ങളോട് കുറച്ചുകൂടെ അടുത്ത് ഇടപഴകുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഗവൺമെന്റ് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വരുന്നത് അല്ലേ. ഓക്കെ, പേയ്മെന്റ് ഓഫ് ഓൺലൈൻ ബിൽ സച്ച് ആസ് ഇലക്ട്രിസിറ്റി, വാട്ടർ, ടെലിഫോൺ ബിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് മാറിയല്ലേ. നമുക്ക് എന്താണ് അവിടെ പോവേണ്ട ആവശ്യമില്ല, എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്ക് എന്താണ് ഇപ്പോൾ ഗൂഗിൾ പേ എടുത്തിട്ട് എത്രയാണ് എമൗണ്ട് എന്ന് നമ്മളെ ആ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ആ ഒരു യുണീക്ക് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ ബില്ല് ജസ്റ്റ് പേ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ പോവേണ്ട ചിലവ്, നമുക്കിപ്പോൾ 200 രൂപയാണ് ഒരു മാസം ബില്ല് വരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വരെ പോകാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 50 രൂപ എക്സ്ട്രാ ചിലവാക്കേണ്ടതായിട്ട് വരും അല്ലേ. സോ ആ രീതിയിൽ ഒരുപാട് നഷ്ടങ്ങൾ, കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പം 10ാം ക്ലാസിന്റെ ആപ്ലിക്കേഷൻ, +2ന്റെ ആപ്ലിക്കേഷൻ, അതൊക്കെ ഏകജാലകം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും വരുന്നു. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഗവൺമെന്റ് ഏതെങ്കിലും സേവനങ്ങൾ ലഭ്യമാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ എന്താണ് നമുക്ക് നിയറസ്റ്റ് അക്ഷയ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് തന്നെ എന്താണ് ഫോൺ മുഖേനൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൺലൈൻ കോപ്പീസ് ഓഫ് ലാൻഡ് റെക്കോർഡ്സ്, ലാൻഡ് ആ ഒരു കരമടിച്ച രസീത്, അതൊക്കെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. കംപ്ലയിൻസും എന്താണ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മുൻപ് നമ്മൾ എന്താണ് കംപ്ലയിന്റ് പോസ്റ്റലായിട്ട് ഒന്നുകിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റലായിട്ട് നമ്മൾ അയക്കണം, അത് 2-3 ദിവസം അവിടെ എത്താൻ വേണ്ടി തന്നെ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി അവിടെ ചെന്നിട്ട് കംപ്ലയിന്റ് എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം അതൊന്നും വേണ്ട, അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വെബ്സൈറ്റിൽ അവിടെ അടിയിലായിട്ട് കംപ്ലയിന്റ് ഫോറം എന്ന രീതിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. അവിടെ നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഈ ഒരു ഗവൺമെന്റ് ടു സിറ്റിസൺ ഒരുപാട് എണ്ണിയാൾ ഒതുങ്ങാത്ത രീതിയിലുള്ള പോർട്ടലും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുകയാണ്. പ്രൊജക്ട് ഫ്രണ്ട്സ് ഇൻ കേരള, ഇത് പലതവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. പ്രൊജക്ട് ഫ്രണ്ട്സ് ഇൻ കേരള, ഫ്രണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസ്. എന്താണ് ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസസ്. ഇതൊരു ഏകജാലക പദ്ധതിയാണ്. ആ ഒരു പൗരന്മാർക്ക് എന്താണ് കേരളത്തിലെ പൗരന്മാർക്ക് ടാക്സ് പേയ്മെന്റ്, അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികപരമായുള്ള കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ വിൻഡോ എന്ന രീതിയിൽ അത്തരത്തിൽ ഗവൺമെന്റുമായിട്ട് സംവദിക്കുന്ന ആ ഒരു പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഒരു ഏകജാലകം എന്ന രീതിയിൽ ഈ ഒരു പ്രൊജക്ട് ഫ്രണ്ട്സിന്റെ അണ്ടറിൽ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്താണ് സിറ്റിസൺസിന് അവരുടെ പേയ്മെന്റും കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ട് മുഖേന ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്രൊജക്ട് മുഖേന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ്, ഫിനാൻഷ്യൽ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സിറ്റിസൺസിന് സാധിക്കും. ഫ്രണ്ട്സ് ഫാസ്റ്റ്, റിലയബിൾ, ഇത് പഠിച്ചു വെക്കണം. ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസ് ആണ് ഫ്രണ്ട്സിൽ വരുന്നത്. എ സിംഗിൾ വിൻഡോ ഏകജാലക പദ്ധതിയാണല്ലേ. ഫെസിലിറ്റി പ്രൊവൈഡിങ് സിറ്റിസൺ ദ മീൻസ് ഓഫ് പേ ടാക്സസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഡ്യൂസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. കേരള സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊജക്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഭൂമി പ്രൊജക്ട് മുൻപ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനാണെന്ന് തോന്നുന്നു ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭൂമി പ്രൊജക്ട് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കർണാടകയാണ്. ഓക്കെ, അതായത് ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ് ലാൻഡ് ആണല്ലേ. അതായത് ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ ഡിജിറ്റലൈസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഇനീഷ്യേറ്റീവാണ് ഭൂമി പ്രൊജക്ട്. ഭൂമി ഇസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ഓഫ് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ടു ഡിജിറ്റലൈസ് ഓൾ ലാൻഡ് റെക്കോർഡ് ഇൻ ദ സ്റ്റേറ്റ് ടു പ്രിവെന്റ് കറപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ. അതായത് ജനങ്ങൾ എന്താണ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫീസും കാര്യങ്ങളും അടക്കുന്ന സമയത്ത് അതിൽ കറപ്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി പ്രൊജക്റ്റുമായിട്ട് വന്നത്. എല്ലാ ലാൻഡ് റെക്കോർഡ്സും എന്താണ് ഡിജിറ്റലൈസ് ചെയ്തു. നമുക്ക് ഓൺലൈനായിട്ട് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏത് സംസ്ഥാനമാണ്? കർണാടക ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്യാൻദൂത്, മധ്യപ്രദേശ് ഗവൺമെന്റ് ഒരു G2C പ്രൊജക്ട് ആണ് ഗ്യാൻദൂത് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മിഷൻ മോഡ് പ്രൊജക്ട് ഇൻ വിച്ച് 250,000 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ ഐഡന്റിഫൈഡ് ടു ഡെലിവർ ഇ ഗവേണൻസ് സർവീസ് ടു റൂറൽ പോപ്പുലേഷൻ. അതായത് റൂറൽ ഏരിയാസിലേക്ക് ഇ ഗവേണൻസിന്റെ സംവിധാനങ്ങൾ എത്തിക്കാൻ വേണ്ടി 2 ലക്ഷത്തോളം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ മിഷൻ മോഡ് അല്ലെങ്കിൽ മിഷൻ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവാണ് ഗ്യാൻദൂത് എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ്. മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ്. ഇവിടെ എന്ത് തന്നെയാണ്, അതായത് റൂറൽ ഏരിയയിൽ അത്രത്തോളം എന്താണ് ടെക്നോളജി ഡെവലപ്ഡ് ആവാത്ത ഏരിയയിലേക്ക് കൂടെ ഈ ഗവേണൻസിന്റെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് കാര്യങ്ങൾ ഈ ഗവേണൻസ് വഴി ചെയ്യാൻ വേണ്ടിയിട്ട് മധ്യപ്രദേശ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു ഗ്യാൻദൂത്. അതുപോലെ ലോക്വാണി പ്രൊജക്ട് ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രൊജക്ട് അറ്റ് സീതാപൂർ ഡിസ്ട്രിക്ട് ഇൻ Uttar Pradesh to provide a single window self-sustainable e-governance solution with regard to handling grievances,
ലാൻഡ് റെക്കോർഡ് മെയിൻ്റെനൻസ് ആൻഡ് പ്രൊവൈഡിംഗ് എ മിക്സ്ചർ ഓഫ് എസെൻഷ്യൽ സർവീസ്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സേവനങ്ങൾ ലോക്വാണി പ്രൊജക്ടിലൂടെ ജനങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള പരാതി പരിഹാരങ്ങൾ, ലാൻഡ് റെക്കോർഡ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ലോക്വാണി പ്രൊജക്ടിലെ G2C മെക്കാനിസത്തിലൂടെ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ രാജസ്ഥാന്റെ ഇ മിത്ര പ്രൊജക്ട് എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റഡ് ടു ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് ഡെലിവറി ഓഫ് സിറ്റിസൺ സർവീസ്. ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ ഗവൺമെന്റ് എന്താണ് ജനങ്ങൾക്ക് അവരുടെ എന്താവശ്യമായിക്കോട്ടെ അത് വളരെ വേഗത്തിലും കൺവീനിയന്റുമായിട്ട് എത്തിക്കാൻ വേണ്ടി വന്ന പ്രൊജക്റ്റാണ് ഈ മിത്ര പ്രൊജക്ട്. രാജസ്ഥാൻ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഈ സേവ? ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഈ സേവ പ്രൊജക്ട്. നമ്മൾ ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മാർട്ട് ഗവ്. ഓക്കെ, അതുകൂടെ ജസ്റ്റ് ഓർത്ത് വെക്കണം. സ്മാർട്ട് ഗവ് നമ്മൾ പറഞ്ഞ എവിടെയായിരുന്നു? ഗവൺമെന്റ് ആണ്. ഇവിടെ ഗവൺമെന്റ് ടു സിറ്റിസൺ എന്താണ്? ഈ സേവ പ്രൊജക്ട് ആണ് വരുന്നത്. ദിസ് പ്രൊജക്ട് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് ഗവൺമെന്റ് ടു സിറ്റിസൺ ആൻഡ് ബിസിനസ് ടു സിറ്റിസൺ. രണ്ട് കാര്യം വരുന്നുണ്ട് ഇവിടെ. ഗവൺമെന്റ് ടു സിറ്റിസൺ വരുന്നത്, ബിസിനസ് ടു സിറ്റിസൺ. ഗവൺമെന്റ് ടു ബിസിനസ്സും ഗവൺമെന്റ് ടു ആ രീതിയിലല്ല വരുന്നത്. ഈ ബിസിനസ് ടു സിറ്റിസൺ. ഓക്കെ, ആ രീതിയിൽ കണക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ടു സിറ്റിസണും കണക്ട് ചെയ്യുന്നു, സിറ്റിസൺ ടു ഈ ബിസിനസ്സും സർവീസ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്ന ഇനീഷ്യേറ്റീവാണ് ഈ സേവ. ആന്ധ്രാപ്രദേശിൻ്റെതാണ്. The highlight of the e-Seva project is that all the services are delivered online to consumers or citizens by connecting them to a respective government department and providing online information at the point of service or delivery. അതായത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് അവരെ കണക്ട് ചെയ്യുന്ന ജനങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവാണ് ഈ സേവ. സേവ എന്ന് പറയുന്ന സേവനമാണല്ലേ, ഓരോരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റാണ് ഈ സേവ. ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഡിസ്ട്രിക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിക്ട് ഡിജിറ്റലൈസ് ദ ഡെലിവറി ഓഫ് സർവീസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ലൈക്ക് ഇഷ്യൂൻസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്, ലൈസൻസ്, പെർമിറ്റ് ത്രൂ കോമൺ സർവീസ് സെന്റർ. സോ നമ്മൾ എന്താണ് ലൈസൻസ് നൽകുന്നു, അതുപോലെ വിവിധ സർട്ടിഫിക്കറ്റ്, പല രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിലൂടെ ലഭ്യമാവുന്നുണ്ട്. ഓക്കെ, സോ പ്രധാനമായിട്ട് കോമൺ സർവീസ് സെന്റേഴ്സിലാണ്. കോമൺ സർവീസ് സെന്റർ നമുക്ക് പറയാനുണ്ട്, പൊതുസേവന കേന്ദ്രങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും, ആ സമയത്ത് പറയാം. സോ ഇത്തരത്തിൽ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ജില്ലാതലത്തിൽ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി, വേറെ എവിടെയും പോകേണ്ട. നിങ്ങൾ ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലെ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അത് ഈ ഡിസ്ട്രിക്ട് കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഡിജി ലോക്കർ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ എന്താണ് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ്, ലൈസൻസ് എല്ലാം എന്താണ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഡിജി ലോക്കർ. മുൻപൊക്കെ നമ്മൾ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് RC ബുക്ക്, ലൈസൻസ് ഒക്കെ വാഹനത്തിൽ സൂക്ഷിക്കണം എന്ന രീതിയിൽ പറയാറുണ്ടായിരുന്നു അല്ലേ. ഇപ്പം അതൊന്നും വേണ്ട, നമ്മൾ അതൊന്നും എടുക്കേണ്ടതായിട്ട് തന്നെ വരുന്നില്ല, വീട്ടിൽ വെച്ചിട്ട് പോയാൽ മതി. നേരെ എന്താണ് പോലീസ് വിളിക്കുന്ന സമയത്ത്, പോലീസ് കാണിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഡിജി ലോക്കർ ഓൺ ആക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഡിജി ലോക്കർ ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ. ആ ഒരു വാഹനത്തിൻ്റെ ഒക്കെ നമ്പർ നോക്കിയിട്ട് തന്നെ പോലീസ് പറയും. ലൈസൻസ് ഒക്കെ എന്താണ് സിമ്പിളായിട്ട് നമുക്ക് ഡിജി ലോക്കറിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇറ്റ് ഇസ് എ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ദാറ്റ് അലോസ് പീപ്പിൾ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ദർ ഡോക്യുമെന്റ്സ് ഡിജിറ്റലി. ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതായത് ഓൾറെഡി എന്താണ് ഗവൺമെന്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്താണ് നമ്മുടെ ഡാറ്റാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ നമ്പറും അതുപോലുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. സോ അവിടെ ഗവൺമെന്റ് ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അവിടെ പോലീസിനും കാര്യങ്ങൾക്കൊക്കെ അത് കാണിച്ചാലും മതി അല്ലേ. സിറ്റിസൺ ക്യാൻ സ്റ്റോർ ദ ഡോക്യുമെന്റ് ഡിജിറ്റലി ആൻഡ് ഓൾസോ ഷെയർ ദം വിത്ത് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത്രയുമാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ എന്താണ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലെ. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്, അതുപോലെ ഗവൺമെന്റ് ടു സിറ്റിസൺ, അത്തരത്തിലുള്ള എല്ലാ ഇന്ററാക്ഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അല്ലെങ്കിൽ NEGP അല്ലെ. NEGPയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു കാര്യം കൂടിയാണ് NEGP. NEGP എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ G2B, G2C എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അത്തരം കാര്യങ്ങൾ എന്താണ്, അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 2006 മെയ് 18 ഓക്കെ 2006 മെയ് 18 ഗവൺമെന്റ് ആരംഭിച്ച ഒരു ഇനീഷ്യേറ്റീവാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അല്ലെങ്കിൽ NEGP എന്ന രീതിയിൽ പറയുന്നത്. സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു പ്രദേശത്തെ സാധാരണക്കാർക്ക് മുഴുവൻ പൊതു സേവന കേന്ദ്രങ്ങൾ വഴി നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ,
നമ്മൾ പറഞ്ഞു മൊബൈലിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ്, റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് എല്ലാവരും മൊബൈൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ ലിറ്ററസി എല്ലാവർക്കും ഉണ്ടാവണം എന്ന രീതിയിൽ നിർബന്ധമില്ല അല്ലേ. ഓക്കെ, എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഈ സാക്ഷരത ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, അതിനെക്കുറിച്ച് നമ്മുടെ ബേസിക് ആയിട്ട് നോളേജ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഈ ലിറ്ററസി അഥവാ ഈ സാക്ഷരത എന്ന രീതിയിൽ പറഞ്ഞത്. ചിലപ്പം അതും ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. പിന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അത്തരത്തിൽ എന്താണ്, എല്ലാവർക്കും ഈ ലിറ്ററസി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സോ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സേവനം നൽകണം അല്ലേ. അതിനു വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് പൊതു സേവന കേന്ദ്രങ്ങൾ വഴി ഈ ഒരു കാര്യം അവർക്ക് നൽകുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന രീതിയിൽ പറയുന്നത്. സോ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു പ്രദേശ സാധാരണക്കാർക്ക് മുഴുവൻ പൊതു സേവന കേന്ദ്രങ്ങൾ വഴി നൽകുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിന്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. NEGP ഈസ് എ ജോയിന്റ് ഇനീഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഓക്കെ, അതായത് MEITYയുടെയും അതുപോലെ DRPGയുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസിന്റെയും ഭാഗമായിട്ടാണ് ഈ പറയുന്ന NEGP സ്കീം 2006 മെയ് 18 ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത് വരുന്നത്. തുടക്കത്തിൽ ഇതിന് 27ഓളം മിഷൻ മോഡ് പ്രൊജക്റ്റ് ആയിരുന്നു. അന്ന് അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ട 27ഓളം പ്രൊജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 4 കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ട് നിലവിൽ 31 മിഷൻ മോഡ് പ്രൊജക്റ്റ് ആണ് NEGPയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യക്ഷമതയും സുതാര്യതയും വിശ്വാസയോഗ്യതയോടും കൂടി എല്ലാ സേവനങ്ങളും എന്താണ്, മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് NEGPയുടെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് സ്റ്റാർട്ടഡ് ഇൻ 2006. ഇതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ദ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ takes a holistic view of e-governance initiative across the country, integrating them into collective vision and shared cause. അതായത് ഇവിടെ എന്താണ്, എല്ലാവരുടെ ലക്ഷ്യം എന്താണ്, ഗവൺമെന്റുമായിട്ട് സംവദിക്കുക അല്ലെ. ഗവൺമെന്റ് സേവനങ്ങൾ അവർക്ക് എളുപ്പത്തിലും അതുപോലെ തന്നെ സുതാര്യവുമായിട്ട് നേടിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ്, കോമൺ സെന്റേഴ്സ് ഒക്കെ മുഖേന ജനങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു പദ്ധതിയായിരുന്നു NEGP പദ്ധതി. ഓക്കെ, അറൌണ്ട് ദിസ് ഐഡിയ എ മാസീവ് കൺട്രി വൈഡ് ഇൻഫ്രാസ്ട്രക്ചർ റീച്ചിങ് ഡൗൺ ടു ദ റിമോട്ടസ്റ്റ് വില്ലേജ് ഈസ് ഇവോൾവിംഗ് ആൻഡ് ലാർജ് സ്കെയിൽ ഡിജിറ്റലൈസേഷൻ ഓഫ് റെക്കോർഡ്സ് ഈസ് ടേക്കിംഗ് പ്ലേസ് ടു എനേബിൾ ഈസി റിലയബിൾ ആക്സസ് ഓവർ ദ ഇന്റർനെറ്റ്. അതായത് നമുക്ക് എന്താണ്, ഇന്റർനെറ്റ് പോലും എത്താത്ത ഏരിയാസിൽ കൂടെ ഈ ഗവേണൻസിന്റെ കാര്യങ്ങൾ എത്തിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ എല്ലാവർക്കും എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറത്തുള്ളൂ. സോ ഇന്റർനെറ്റ് പോലും എത്താത്ത ഭാഗങ്ങളിൽ അവരോട് എന്താണ്, ഈ ലിറ്ററസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. സോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് NEGP പദ്ധതി വന്നത്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബ്രിങ് പബ്ലിക് സർവീസ് ക്ലോസർ ഹോം ടു സിറ്റിസൺ. അതായത് ഈ പറയുന്ന പൊതുസേവനങ്ങൾ ആളുകൾ വീട്ട് പടിക്കലേക്ക് എത്തിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം വരുന്നത്. ദ ഗവൺമെന്റ് അപ്രൂവ്ഡ് ദ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ കംപ്രൈസിംഗ് 27 മിഷൻ മോഡ് പ്രൊജക്ട് ആൻഡ് 8 കമ്പോണൻസ് ഓൺ മെയ് 18, 2006. 2006 മെയ് 18 27 മിഷൻ മോഡ് പ്രൊജക്റ്റും 8 കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് 31 പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റിയതൊന്നുമല്ല, കറക്റ്റ് തന്നെയാണ്. നിലവിൽ 31 മിഷൻ മോഡ് പ്രൊജക്ട് വരുന്നുണ്ട്. 2011 4 പ്രൊജക്ട് കൂടെ ആഡ് ചെയ്തു. എന്തൊക്കെയാണ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതുപോലെ പോസ്റ്റ്, അങ്ങനെ 4 കാര്യം കൂടെ. ചിലപ്പോൾ അതും ചോദ്യം വരാം. 27 മിഷൻ മോഡ് പ്രൊജക്ട് ഉണ്ടായിരുന്ന NEGP സ്കീമിലേക്ക് 2011 ആഡ് ചെയ്ത 4 പ്രൊജക്ട് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, PDS, പോസ്റ്റ് ആണ് വരുന്നത്. വെർ ഇൻട്രൊഡ്യൂസ് ടു മേക്ക് ദ ലിസ്റ്റ് ഓഫ് 27 മിഷൻ മോഡ് പ്രൊജക്ട് ടു ദ 31 മിഷൻ മോഡ് പ്രൊജക്ട്. അങ്ങനെ എന്താണ്, നിലവിൽ 31 മിഷൻ മോഡ് പ്രൊജക്റ്റും 10 കമ്പോണൻസും NEGPയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇറ്റ് എയിംസ് ടു ഇംപ്രൂവിംഗ് ദ ഡെലിവറി ഓഫ് ഗവൺമെന്റ് സർവീസ് ടു സിറ്റിസൺ ആൻഡ് business with the vision of making government service accessible to the common person through common service delivery outlet and ensuring transparency, reliability and efficiency of a service at affordable cost. എന്താണ്, ആളുകൾക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങൾ കോമൺ സർവീസ് സെന്റർ വഴി അല്ലെങ്കിൽ ആ ഒരു പൊതുസേവന കേന്ദ്രങ്ങൾ വഴി ഇന്റർനെറ്റ് ഒന്നും എത്താത്ത റൂറൽ ഏരിയയിൽ കൂടെ ഇ ഗവേണൻസിന്റെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് NEGP സ്കീം വന്നു. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ഇ ഗവേണൻസ് ഇൻ എ ഹോളിസ്റ്റിക് മാനർ വേരിയസ് പോളിസി ഇനീഷ്യേറ്റീവ് ആൻഡ് project have been undertaken to develop core and support infrastructure. ഇതിനു വേണ്ടിയിട്ട് എന്താണ്, വിവിധ പദ്ധതികൾ വീണ്ടും വന്നുകൊണ്ടുണ്ടായിരുന്നു. 3 important element of national e-governance plan which form the core infrastructure for effective
സർവീസ് ഡെലിവറി എന്തൊക്കെയാണ്? ഡാറ്റാ സെന്റേഴ്സ്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ കോമൺ സർവീസ് സെന്റേഴ്സ്. അതായത് NEGPയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന 3 കാര്യങ്ങൾ വരുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഡാറ്റാ സെന്റേഴ്സ്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ കോമൺ സർവീസ് സെന്റേഴ്സ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, കോമൺ സർവീസ് സെന്റർ അഥവാ പൊതു സേവന കേന്ദ്രങ്ങൾ എന്ന് നിങ്ങൾ കേട്ടില്ലേ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ എന്താണ്, ആദ്യം കോമൺ സർവീസ് സെന്ററിലേക്ക് നമ്മൾ പോകും അല്ലേ? കോമൺ സർവീസ് സെന്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു കോമൺ സർവീസ് സെന്ററിൽ നമ്മൾ എത്തി. ഓക്കെ, ഇവിടെ ഞാൻ CSC എന്ന് കൊടുക്കുന്നുണ്ട്. കോമൺ സർവീസ് സെന്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് നമ്മളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഇന്ന കാര്യമാണ്, നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു. X എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ്, X എന്ന് പറയുന്ന സേവനമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വേണം എന്ന രീതിയിൽ പറഞ്ഞു അല്ലേ? സോ ഇവിടെ എന്താണ്, ഇവിടെ അങ്ങനെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്നാണ് നേരെ ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷ എങ്ങോട്ടേക്ക് പോകും? അപേക്ഷ ഡാറ്റാ സെന്റേഴ്സ് വരുന്നുണ്ട്. ഗവൺമെന്റ് എന്താണ് ഒരുപാട് ഡാറ്റാ സെന്റേഴ്സ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഡാറ്റാ സെന്റേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഡാറ്റാ സെന്റേഴ്സിൽ എന്താണ്, ഡാറ്റാ സെന്റേഴ്സിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്ന ഡാറ്റ, ഈ ഒരു കാര്യം അവിടെ ഉണ്ടോ എന്ന രീതിയിൽ ഡാറ്റാ സെന്റേഴ്സിലേക്ക് പോകും. സോ ഡാറ്റാ സെന്ററിൽ നിന്ന് ഡാറ്റ എടുത്ത് കൊടുക്കും അല്ലേ? ഈ ഡാറ്റാ സെന്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഡാറ്റാ സെന്ററിന് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ കേരളം നോക്കുകയാണെങ്കിൽ KSWAN വരുന്നുണ്ട്, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വരുന്നുണ്ട്. KSWAN ഇപ്പം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഈ 3 നഗരങ്ങളെ ഹബ്ബാക്കിക്കൊണ്ട് 14 ജില്ലകളിലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. സോ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഇതിനെ ഹബ്ബാക്കിയിട്ട് എന്താണ് 14 ജില്ലകളിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും ഇവർ? ഈ ഒരു കാര്യം, ഈ ഒരു സേവനം, ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സേവനമാണെങ്കിൽ അതെന്താണ്, അത് നമ്മൾ ഡാറ്റാ സെന്ററിൽ ഉണ്ടോ, ആ ഒരു കാര്യം ഡാറ്റാ സെന്ററിലേക്ക് നമ്മൾ കാര്യം അയക്കും അല്ലെ? ഡാറ്റാ സെന്ററിൽ നിന്നും ഈ ഒരു കാര്യം എടുക്കണമെങ്കിൽ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതുപോലെ ഏത് ജില്ലയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാണ് അല്ലേ? സോ അത്തരത്തിൽ നമ്മൾ ഈ ഒരു കോമൺ സർവീസ് സെന്ററിൽ നിന്ന് കാര്യങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു, ഡാറ്റാ സെന്ററിൽ നിന്ന് തിരിച്ചെടുക്കുന്നു അല്ലെ? സോ ഡാറ്റാ സെന്റേഴ്സ് എന്താണ്, ഫുള്ള് കണക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഡാറ്റാ സെന്റേഴ്സ് ഫുള്ള് വൈഡ് ഏരിയ നെറ്റ്വർക്കിലൂടെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഏത് ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ കാര്യങ്ങൾ, അത് തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഇത്തരത്തിലാണ് എന്ത് നമ്മുടെ നാഷണൽ ഗവേണൻസ് പ്ലാൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഡാറ്റാ സെന്റേഴ്സ്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കോമൺ സർവീസ് സെന്റേഴ്സ് ആണ് വരുന്നത്. ദ സ്റ്റേറ്റ് ഡാറ്റാ സെന്റേഴ്സ് വെർ കൺസീവ്ഡ് ആസ് uppermost tier of the core e-governance infrastructure. നമ്മൾ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യം, പാശ്ചാത്തല സൗകര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ uppermost ടയർ എന്ന രീതിയിൽ സ്റ്റേറ്റ് ഡാറ്റാ സെന്റേഴ്സ് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ്, ഡാറ്റാസ് ഫുൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഡാറ്റാ സെന്റേഴ്സിലാണ്. ബട്ട് അതിൻ്റെ എന്താണ് ഫ്രണ്ട് എൻഡ് നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം എന്താണ്, കോമൺ സർവീസ് സെന്റർ. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡാറ്റ നമുക്ക് വരുന്നത് നമുക്ക് അറിയില്ല അല്ലേ? ഇപ്പം നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്, എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഡാറ്റ എങ്ങനെയാണ് പോയി വരുന്നത് നമുക്കറിയാം ഇല്ല അല്ലേ? സോ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. കോമൺ സർവീസ് സെന്ററിൽ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കും. അവിടെ നിന്ന് എന്താണ്, കോമൺ സർവീസ് സെന്ററിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും, ഡാറ്റാ സെന്റേഴ്സിലേക്ക് ഡാറ്റ എടുത്തിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. സോ ഈ ഒരു ഡാറ്റാ സെന്റേഴ്സ്, ഒരുപാട് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടല്ലേ, ആ ഡാറ്റാ സെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന എന്താണ്, ഡാറ്റാ സെന്റേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിനാണെങ്കിൽ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഡാറ്റാ സെന്റേഴ്സ് ആണ് ഇതിൽ uppermost tier ആയിട്ട് വരുന്നത്. ബട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന എന്താണ്, ആ ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട് നമുക്ക് കാണുന്നത് കോമൺ സർവീസ് സെന്റേഴ്സ് ആണ്. ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ 3 tier സ്ട്രക്ചർ വാസ് എ കോമൺ സർവീസ് സെന്റർ. ദ കണക്ഷൻ ബിറ്റ്വീൻ SDC ആൻഡ് കോമൺ സർവീസ് സെന്റർ വാസ് ടു ബിൽഡ് ത്രൂ ദ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഈ പറയുന്ന കോമൺ സർവീസ് സെന്ററിലേക്ക് നിങ്ങൾ പോയിട്ട് പറയാണ് എനിക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാണ്. നേരെ എങ്ങോട്ടേക്കാണ് അവരയക്കുന്നത്, സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലേക്ക് ഇതിന്റെ റിക്വസ്റ്റ് അയക്കും. ഇനി സ്റ്റേറ്റ് ഡാറ്റാ സെന്റേഴ്സിനെയും ഇതിനെയും രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന സാധനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് തീർച്ചയായിട്ടും വേണം അല്ലേ? ആ നെറ്റ്വർക്കാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന രീതിയിൽ പറയുന്നത്. ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ആൻഡ് കോമൺ സർവീസ് സെന്റർ വാസ് ടു ബി ബിൽറ്റ് ത്രൂ ദ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരളത്തിലാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന രീതിയിൽ പറയുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ സേവനം തേടാൻ വേണ്ടി നമ്മൾ NEGP സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ സർവീസ് സെന്ററിലേക്ക് പോകും. സോ കോമൺ സർവീസ് സെന്ററിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് റിക്വസ്റ്റ് പോകും, ഡാറ്റാ സെന്ററിലേക്ക് റിക്വസ്റ്റ് പോകും. സോ കോമൺ സർവീസ് സെന്ററിനെയും ഡാറ്റാ സെന്ററിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് വേണം. അതാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ ഓരോ നമുക്ക് എഴുതി നോക്കാനുണ്ട്. സ്റ്റേറ്റ് ഡാറ്റാ സെന്റേഴ്സ് നോക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ, സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിന് ഉപയോഗങ്ങൾ, ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഇതിനൊക്കെ എന്താണ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കാര്യക്ഷമമാക്കാൻ വേണ്ടി ഇതിന്റെ ഡാറ്റാസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നൽകണമെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററീസ് ഫോർ സ്ട്രോങ് ആൻഡ് മാനേജിങ് ഗവൺമെന്റ് ഡാറ്റ, ഗവൺമെന്റ് സ്റ്റോറിംഗ് ആൻഡ് മാനേജിങ് ഗവൺമെന്റ് ഡാറ്റ, ഗവൺമെന്റ് എല്ലാവിധ ഡാറ്റാസ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുത്തു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് എവിടുന്നാണ്? ഡാറ്റാ സെന്റർ നിന്നാണ് വരുന്നത്. സോ ഡാറ്റാ സെന്ററിനെയും ഈ ഒരു നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക്സും വരുന്നുണ്ട്. ദ SDC പ്രൊജക്ട് വാസ് അപ്രൂവ്ഡ് ഇൻ January 2008 ആസ് എ പാർട്ട് ഓഫ് ദ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിന്റെ NEGP പ്ലാനിന്റെ ഭാഗമായിട്ട് 2008 ജനുവരിയിലാണ് ഈ ഒരു SDC പ്രൊജക്ട് വരുന്നത്. അണ്ടർ NEGP ഇറ്റ് ഈസ് പ്രപ്പോസ് ടു ക്രിയേറ്റ് എ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ഫോർ ദ സ്റ്റേറ്റ് ടു കൺസോളിഡേറ്റ് സർവീസ് ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടു പ്രൊവൈഡ് എഫിഷ്യന്റ് ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് G2G, G2C, G2B. നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ടു സിറ്റിസൺ ആയാലും ഗവൺമെന്റ് ടു ബിസിനസ് ആയാലും ഒരു റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിന് മറുപടി സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിനെ നമ്മുടെ വൈഡ് നെറ്റ്വർക്കുമായിട്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരണം അല്ലേ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ സമയത്ത് കോമൺ സർവീസ് സെന്ററിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട് കൂടെ നമുക്ക് എന്താണ് ഈ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ പറയാൻ വേണ്ടി സാധിക്കും. ആ രീതി പഠിച്ചു വെച്ചാൽ മതി, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ദീസ് സർവീസ് ക്യാൻ ബി റെൻഡേർഡ് ബൈ ദ സ്റ്റേറ്റ് ത്രൂ കോമൺ ഡെലിവറി പ്ലാറ്റ്ഫോം സീംലെസ്ലി സപ്പോർട്ടഡ് ബൈ core connectivity infrastructure such as state wide area network and common service center connectivity extended up to the village level. Okay, state data centers എങ്ങനെയാണ് ഡാറ്റ കൊടുക്കുന്നത്? ആദ്യം കോമൺ സർവീസ് സെന്ററിൽ നിന്ന് റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലേക്ക് എത്തിക്കും. എന്നിട്ട് എന്താണ് അത് എത്തിക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഒരു പാലം പോലെ അവിടെ വരുന്നുണ്ട് അല്ലേ. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ടു എസ്റ്റാബ്ലിഷ് റോബസ്റ്റ് ആൻഡ് സെക്യൂർ communication network across the state to connect government department, enabling them to share data and information seamlessly with each other. ഈ പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്താൽ മാത്രം മതിയോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെത്തിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് വേണം. അതാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് KS1 എന്ന് പറയാം. ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിംഗ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എക്സ്റ്റെൻഡിങ് 14 ഡിസ്ട്രിക്ട് ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിലെ 14 ജില്ലകളെയും 152 ബ്ലോക്ക് പഞ്ചായത്തുകളെയും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ നഗരങ്ങളെ ഹബ്ബാക്കിക്കൊണ്ട് കണക്ട് ചെയ്യുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ദ നെറ്റ്വർക്ക് വിൽ ഓൾസോ കണക്ട് ഓഫീസസ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ വയർലെസ് ലീസ്ഡ് ലൈൻസ് ആൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇത്തരത്തിൽ എന്താണ് ഈ നെറ്റ്വർക്ക് നമ്മുടെ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി കോമൺ സർവീസ് സെന്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. സർക്കാർ, സാമൂഹ്യ, സ്വകാര്യ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് എത്തിക്കാനുള്ള സേവന കേന്ദ്രങ്ങളാണ്. നമ്മുടെ പ്രദേശത്തൊക്കെ നമുക്ക് കാണാറുണ്ടല്ലേ ഈ ഒരു കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് കാണാറില്ലേ. അവിടെ പോയിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. ആ റിക്വസ്റ്റ് പാലം ഇട്ടതുപോലെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഡാറ്റാ സെന്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. തിരിച്ച് ആ പാലം വഴി തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴി തന്നെ കാര്യങ്ങൾ കോമൺ സർവീസ് സെന്ററിലേക്ക് എത്തിക്കുന്നു. സോ കോമൺ സർവീസ് സെന്റർ ഈസ് ആർ ഫിസിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബേസ്ഡ് ആക്സസ് പോയിന്റ്. ഒരു ആക്സസ് പോയിന്റ് എന്ന രീതിയിൽ പറയാം. നമ്മൾ അവിടേക്ക് പോകണല്ലേ. ഡിസൈൻ ടു ഡെലിവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സർവീസ് ടു റൂറൽ ആൻഡ് റിമോട്ട് ലൊക്കേഷൻസ് വെയർ കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് ആക്സസ് വാസ് പ്രീവിയസ്ലി ലിമിറ്റഡ് ഓർ നോൺ എക്സിസ്റ്റന്റ്. ദിസ് centers operate on multiple service single point model allowing for variety of transaction at a single geographical location. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് പറയുന്നത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മിഷൻ മോഡ് പ്രൊജക്ട് കൂടെ നോക്കാനുണ്ട്. 31 മിഷൻ മോഡ് പ്രൊജക്ട് NEGP-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. 31 നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഡിസ്ട്രിക്ട് ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഡിസ്ട്രിക്ട് എന്ന രീതിയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സർവീസ് ഉണ്ടെങ്കിലും നമുക്ക് G2C-യുമായിട്ട് ബന്ധപ്പെട്ട് നേടാമെന്ന് പറഞ്ഞു. സോ അതൊക്കെ ഈ ഒരു NEGP സ്കീമിന്റെ മിഷൻ മോഡ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എയിംഡ് ടു ഡിജിറ്റലൈസ് ദ ഡെലിവറി ഓഫ് സർവീസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ലൈക്ക് ഇഷ്യൂൻസ് ഓഫ് സർട്ടിഫിക്കറ്റ്, ലൈസൻസ് ആൻഡ് പെർമിറ്റ്. ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞില്ല. നെക്സ്റ്റ് നാഷണൽ ലാൻഡ് റെക്കോർഡ് മോഡേണൈസ് പ്രോഗ്രാം ആണ്. അതായത് ലാൻഡ് റെക്കോർഡ്സ് എന്താണ്, ദേശീയ തലത്തിലുള്ള ലാൻഡ് റെക്കോർഡ്സ് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി വന്ന പ്രൊജക്റ്റ് ആണ് NLRMP പ്രൊജക്ട്. അതുപോലെ ഈ പ്രൊക്യൂർമെന്റ് വരുന്നുണ്ട് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് പ്രോസസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള പർച്ചേസ് അതുപോലെ വർക്ക് സർവീസ് കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് അതെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊക്യൂർമെന്റ് വന്നത്. ഡിജിറ്റലൈസ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് പ്രോസസ്. ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് ഓർ പബ്ലിക് പ്രൊക്യൂർമെന്റ് ഈസ് വെൻ എ ഗവേണിംഗ് ബോഡി പർച്ചേസ് ഗുഡ്സ് വർക്ക്സ് ആൻഡ് സർവീസ് ഫ്രം എൻ ഓർഗനൈസേഷൻ ഫോർ ദംസെൽഫ് ഓർ ടാക്സ് പേസ്. ഒന്നുകിൽ ഗവൺമെന്റിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ആ ഒരു സമയത്തുള്ള പ്രൊക്യൂർമെന്റ് പ്രോസസ് ഉണ്ടല്ലോ, അത് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊക്യൂർമെന്റ് വന്നത്. ഇനി 31 മിഷൻ മോഡ് പ്രൊജക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ലെവലിൽ വരുന്ന മിഷൻ മോഡ് പ്രൊജക്ട്
സ്റ്റേറ്റ് ലെവലിൽ വരുന്ന മിഷൻ മോഡ് പ്രൊജക്ട്, ഇന്റഗ്രേറ്റഡ് ആയിട്ട് രണ്ടിലും വരുന്ന മിഷൻ മോഡ് പ്രൊജക്ട്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായിരുന്നു അല്ലേ. MCA21 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട MCA21 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. NLRMB ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഇത് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്രയുമാണ് നമുക്ക് ഈ ഗവേണൻസിന്റെ ഒരു കൺസെപ്റ്റ് എന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 2 ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇഗ്നോറിലുള്ള കാര്യങ്ങളായാലും SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളായാലും മറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യത്തെ ടോപ്പിക് ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഒരു ലോക്കൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കമ്പ്യൂട്ടറൈസേഷൻ പോലുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ കടന്നു വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കേസ് സ്മാർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാണ്ട്, അതെന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നോക്കാണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്